സുഹൃത്തുക്കളെ, 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ടെക്കോസയുടെ വാർഷിക സമ്മേളനവും ആഘോഷങ്ങളും തൃശ്ശൂർ എലൈറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കുകയുണ്ടായി. യോഗ ആരംഭത്തിന് മുൻപേ തന്നെ വയനാട്ടിലെ ദുഃഖപൂർണമായ അന്തരീക്ഷത്തിൽ വിട പറയേണ്ടി വന്ന സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ശ്രുതി നവീൻ, അനാമിക പ്രമോദ്, കൃപ സജീവ് എന്നിവർ ആലപിച്ച പ്രാർത്ഥനാ ഗാനത്തോടെ യോഗ നടപടികൾ ആരംഭിക്കുകയും പ്രസിഡന്റ് ശ്രീ കെ രാമകൃഷ്ണൻ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. അതിനുശേഷം എന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു കർമ്മമാണ് നടത്തേണ്ടി വന്നത്. എല്ലാ വർഷവും മുൻപത്തെ ആഗസ്റ്റ് 15-ന് ശേഷം ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 14 വരെ ഉള്ള നമ്മുടെ വിട്ടുപിരിഞ്ഞ സുഹൃത്തുക്കൾക്കായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങ് പതിവുണ്ട്. മുൻപൊരിക്കൽ 2013 എൻ്റെ പ്രിയ സഹോദരൻ 1975 തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ശ്രീ R.K. വിശ്വനാഥിനു വേണ്ടിയും ഈ കർമ്മം നിർവഹിക്കേണ്ടി വന്നു എന്നത് വേദനയോടെ ഓർക്കുന്നു. ഇത്തവണ ഞാനൊരു പക്ഷേ ഈ വിട്ടുപിരിഞ്ഞവരുടെ ലിസ്റ്റിലായിരിക്കും പെട്ടുപോകുമായിരുന്നു എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് ഇത് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ സഹപാഠി, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കുറച്ചു കാലം പ്രിൻസിപ്പലും വാർഡനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേധാവിയുമായിരുന്ന ശ്രീ അഹമ്മദ് കോയ ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് എന്നെ വളരെ സന്നിഗ്ധാവസ്ഥയിൽ ദയാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോരുകയും ചെയ്തത്. അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി 44ഓളം പേർ ഈ കാലഘട്ടത്തിൽ വിട്ടുപിരിഞ്ഞവർക്ക് എല്ലാവരും ചേർന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ പ്രിൻസിപ്പലായി 4 ദിവസം മുമ്പ് ചാർജ് എടുത്ത ഡോക്ടർ മീനാക്ഷി ഓൺലൈനിലൂടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. Hello and good day to all. Myself Meenakshi took charge as Principal GEC Thrissur this Monday. Previously I have served as a faculty member in the Department of Electrical Engineering of this institution. Today I am very happy to be part of this annual function of TECOSA as a virtual participant. I wish that all of you will have abundant celebrations today, meeting the new members, paying homage to the departed souls, honoring the super seniors and also the meritorious family members. So wish you all the best for the evening. Thank you. നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇപ്പോൾ ഇൻഫോ പാർക്ക് കൊച്ചിയുടെയും കോഴിക്കോടിൻ്റെയും CEO ആയി ചുമതല വഹിക്കുന്ന സുശാന്ത് കുരുന്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ സജിനി സുബ്രഹ്മണ്യത്തിൻ്റെ മകൾ ശ്രീമദ് ജയരാജിൻ്റെ രംഗപൂജയോടെ മറ്റ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. പിന്നീട് 80 വയസ്സ് പൂർത്തിയാക്കിയ നമ്മുടെ
സീനിയർ വിദ്യാർത്ഥികളായ KR ഭാസ്കരൻ, VR ജയദാസ്, ധർമ്മപാലൻ, K ചന്ദ്രൻ, കേണൽ പ്രതാപചന്ദ്രൻ, ദേവസി K ആലപ്പാട്ട്, TG രവി, ഡോക്ടർ CE കൃഷ്ണൻ, KG ജോഷി, KR അംബുജാക്ഷൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. സാധാരണ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ വിവാഹിതരായ നമ്മുടെ മക്കൾ ആരെങ്കിലും സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഒരു കേക്ക് മുറിക്കുന്ന ചടങ്ങ് നടത്തി വരാറുണ്ട്. ഇത്തവണ വളരെ പേർ വിവാഹിതരായിരുന്നെങ്കിലും ആരും യോഗസ്ഥലത്ത് ഹാജരാകാതിരുന്നത് കൊണ്ട് നമ്മുടെ തന്നെ 40 വർഷം മുമ്പ് വിവാഹിതരായ അജിത്തും നളിനിയും ചേർന്നാണ് കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. ഈ വർഷം 50 വർഷം പൂർത്തിയാക്കി ഗോൾഡൻ ജൂബിലി ജനുവരിയിൽ ആഘോഷിച്ച 1974 ബാച്ചിലെ NK മോഹനൻ, സുധീർ കുമാർ മാറാട്ട്, അഭിജ്ഞൻ, KK ഭാസ്കരൻ എന്നിവരെയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. അതിനുശേഷം അന്ന് സന്നിഹിതരായിരുന്ന നമ്മുടെ തന്നെ പുസ്തക രചയിതാക്കളായ ചിലരെ പരിചയപ്പെടുത്തുകയും അവരുടെ പുസ്തകങ്ങൾ പ്രദർശനത്തിന് വയ്ക്കുകയും ചെയ്തിരുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ പേജ്, പബ്ലിഷ്ഡ് ഓതേഴ്സ് ഓഫ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, പല പുസ്തക മേളകളിലും പങ്കെടുക്കുകയും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണ പങ്കെടുത്ത ശ്രീ JP നാരായണൻ, ലിയോൺസ് ജോസ്, അന്തകുമാർ വർമ്മ, MR ഗോപാലകൃഷ്ണൻ, JP നാരായണൻ, RK രവി എന്നിവരുടെ പുസ്തകങ്ങളും അസാന്നിധ്യം അനാരോഗ്യം മൂലം ഉണ്ടായ പ്രൊഫസർമാരായിരുന്ന ഡോക്ടർ RPR നായരുടെയും VK ലക്ഷ്മണൻ നായരുടെയും പുസ്തകങ്ങളും പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ആയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തമായി വയനാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനും എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. 19 ബാച്ചിലെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഷംസുദ്ദീനെയും ഗോപാൽ റാവുവിനെയും പ്രത്യേകം ആദരിക്കുകയുണ്ടായി. കൂടാതെ ഖത്തർ അലുമിനി അസോസിയേഷനെ പ്രതിനിധീകരിച്ചെത്തിയ അബ്ദുൽ അസീസ്, അരുൺ മാധവൻ, ഗോപാൽ റാവു, നിഷാബ്, നിശ്ചൽ എന്നിവരെയും ആദരിക്കുകയുണ്ടായി. പിന്നീട് നടന്ന ഗാനസന്ധ്യ സമ്പന്നമാക്കിയ ജയദേവൻ, വിനോദ് അഗ്രശാല, വിഷ്ണു പരശുറാം, രജിത് കുമാർ, CM അരുൺ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ P വേണുഗോപാൽ, അഞ്ജന സതീഷ്, ജിതേഷ് നാരായണൻ, TK ജയരാജ്, ഷംസുദ്ദീൻ, ഡോക്ടർ സജിനി സുബ്രഹ്മണ്യൻ, ജയദേവൻ എന്നിവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും
മുൻ പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ KP സതീഷിൻ്റെ മകനാണ് ഗാനസന്ധ്യയിൽ പങ്കെടുത്ത വിഷ്ണു പരശുറാം. അദ്ദേഹത്തിൻ്റെ തന്നെ സഹധർമ്മിണിയാണ് അഞ്ജന സതീഷ്. കുടുംബത്തിനൊന്നാകെ സൗഹൃദപൂർണമായ സമാദരണം നൽകുകയും ചെയ്തു. സിനിമാ പ്രവർത്തകനായ സംഭവസ്ഥലത്തു നിന്നു എന്ന സിനിമയിൽ ഒരു പ്രധാന ഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ള പ്രമോദ് പടിയത്ത് നിളയോളങ്ങൾ എന്ന MT വാസുദേവൻ നായരെക്കുറിച്ച് ഉള്ള സംഗീത ശില്പം ഒരുക്കിയ ജിതേഷ് നാരായണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി. അതിനുശേഷം ഡോക്ടർ സജിനി സുബ്രഹ്മണ്യം മകളും ഭർത്താവും ചേർന്ന് നടത്തിയ ഒരു നാടോടി നൃത്തം സദസ്യരായ RK രവിയെയും TG രവിയെയും ചേർത്ത് വളരെ മനോഹരമാക്കി അവതരിപ്പിച്ച് സദസ്സിനെ ആനന്ദിപ്പിക്കുകയും ചെയ്തു.